നമസ്കാരം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകളും പ്രധാനപ്പെട്ട തലക്കെട്ടുകളും എന്തൊക്കെയെന്ന് ഇന്നത്തെ പത്രങ്ങളിലൂടെ. ആദ്യം തന്നെ മലയാള മനോരമയാണ്. മനോരമ പത്രത്തിൽ ആദ്യം നൽകിയിരിക്കുന്ന വാർത്ത ബിയർ പാർലർ 74 സ്ഥലങ്ങളിൽ കൂടി അനുമതി, ടൂറിസം ബിയർ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത കാണാൻ സാധിക്കും. അതിലെ പ്രധാനപ്പെട്ട 2 ഹൈലൈറ്റുകൾ: പുതിയ സ്ഥലങ്ങൾ വിജ്ഞാപനം ചെയ്ത് എക്സൈസ് വകുപ്പ്. രണ്ടാമത്തെ ഹൈലൈറ്റ്: ടൂറിസം കേന്ദ്രം ഉൾപ്പെടുന്ന വില്ലേജുകളിൽ പാർലർ ആരംഭിക്കാം എന്നിങ്ങനെ 2 ഹൈലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 74 ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടി ബിയർ വൈൻ പാർലറുകൾ തുറക്കാൻ എക്സൈസ് വകുപ്പ് അനുമതി നൽകിയതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിലായി കാണാൻ സാധിക്കുന്നത് തീ പിടിച്ചെന്ന അഭ്യൂഹം, ട്രെയിനിൽ നിന്ന് ചാടിയവരെ മറ്റൊരു ട്രെയിൻ ഇടിച്ചു, 12 മരണം എന്ന വാർത്തയാണ്. അപകടം മഹാരാഷ്ട്രയിലെ ജൽഗാവിലാണ്. ഇനി താഴേക്ക് വരുമ്പോൾ പണിമുടക്ക്, സർക്കാർ ഓഫീസുകൾ തടസ്സപ്പെട്ടു എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. സെക്രട്ടേറിയറ്റിൽ 40% പേർ ഹാജരായില്ല. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കാം. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. NM വിജയന്റെ മരണം, കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിൽ, ജാമ്യം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: അറസ്റ്റിലായത് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവർ. രണ്ടാമത്തെ ഹൈലൈറ്റ്: IC ബാലകൃഷ്ണൻ MLA ഇന്ന് ചോദ്യം ചെയ്യും എന്നിവയാണ്. ഇനി ഭക്തിയിൽ നിറഞ്ഞ് എന്ന ക്യാപ്ഷനോട് കൂടി ഒരു ചിത്രം നൽകിയിരിക്കുന്നതായി കാണാം. അയോധ്യയിലെ രാംലല്ല പ്രതിഷ്ഠാ ചടങ്ങിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തിയ തീർത്ഥാടകർ. ഇനി ഏറ്റവും താഴെ KCB ഉപകമ്പനി ജീവനക്കാർക്കും പെൻഷൻകാർക്കും പങ്കാളിത്തം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. 450 കോടി ഓഹരി എന്ന വിവരവും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലെ ആദ്യ വാർത്ത എന്ന് പറയുന്നത് ജന്മാവകാശ പൗരത്വം റദ്ദാക്കൽ, ഉത്തരവിനെതിരെ 22 സംസ്ഥാനങ്ങൾ കോടതിയിൽ എന്ന തലക്കെട്ടോടെ US-ന്റെ 47ാം പ്രസിഡന്റായി അധികാരമേറ്റയുടൻ ഡൊണാൾഡ് ട്രംപ് ഇറക്കിയ ജന്മാവകാശ പൗരത്വം റദ്ദാക്കൽ ഉത്തരവിനെതിരെ 22 സംസ്ഥാനങ്ങൾ കേസ് കൊടുത്തു എന്നതാണ് വാർത്ത. ഇനി ഈ വാർത്തയ്ക്ക് അരികിലായി നൽകിയിരിക്കുന്നത് ഒരു വലിയ ചിത്രമാണ്. ഭരണപക്ഷം സമരപക്ഷം എന്നൊരു തലക്കെട്ട് ഈ ചിത്രത്തിന് നൽകിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരിൽ ഒരു വിഭാഗം നടത്തിയ പണിമുടക്കിൽ പങ്കെടുത്ത് പ്രകടനം നടത്തുന്ന CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ അംഗങ്ങളെ പരിഹസിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന CPM അനുകൂല സംഘടനയായ NGO യൂണിയൻ അംഗങ്ങളുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. കോട്ടയം കളക്ട്രേറ്റിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. മനോരമയിലെ പോലെ തന്നെ DCC ട്രഷററുടെ മരണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിനെ കുറിച്ചുള്ള വാർത്ത മാതൃഭൂമിയിലും ഒരു ചെറിയ കോളത്തിലായി നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടു താഴെ നൽകിയിരിക്കുന്ന വാർത്ത BJPക്കുള്ള പിന്തുണ പിൻവലിച്ച JDU അധ്യക്ഷൻ പുറത്ത് എന്നതാണ്. ഇനി മറ്റൊരു പ്രധാന വാർത്ത സഹകരണ മേഖലയിൽ പുതിയ മാറ്റം, ഉറപ്പാണ് പരിരക്ഷ എന്ന തലക്കെട്ടോടുകൂടി സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം കേരള സർക്കാർ പരിഷ്കരിച്ചു എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വൈദ്യുതി വാങ്ങാനും സർക്കാരിന് ഇടനിലക്കാർ എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി പുറമേ നിന്ന് വാങ്ങുന്നത് ബ്രോക്കർ കമ്പനി വഴിയാക്കാൻ നീക്കം എന്നതാണ് വാർത്ത. ഇനി താഴേക്ക് വരുമ്പോൾ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. സഭയിൽ നുരഞ്ഞ് ബ്രൂവറി എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നനഞ്ഞിട്ടാണോ വിഴുപ്പ് ചുമക്കുന്നതെന്ന് ചെന്നിത്തല എന്നൊരു ഹൈലൈറ്റും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. മഹാകുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്ത് യോഗിയും സംഘവും എന്ന തലക്കെട്ടോടെ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി ഇടതുഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 60,000 കടന്ന് ചരിത്രം തിരുത്തി സ്വർണ്ണവില എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടരികിലായി കർണാടകയിൽ പച്ചക്കറി ലോറി മറിഞ്ഞ് 10 മരണം എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. തീ പിടിച്ചെന്ന് കുപ്രചാരണം, ട്രെയിനിൽ നിന്ന് ചാടിയ 12 പേർക്ക് ദാരുണാന്ത്യം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ സ്റ്റോക്ക് തീർന്നു, റേഷൻ വിതരണം മുടങ്ങിയേക്കും എന്ന വാർത്തയും ജന്മഭൂമിയിൽ കാണാൻ സാധിക്കും. മറ്റൊരു വാർത്ത രാജ്യത്ത് നഴ്സിംഗ് സീറ്റ് വർദ്ധിപ്പിച്ചു, 3 ഇരട്ടിയിലേറെയായി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ ചർച്ച ഭാരതവുമായി എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. സുഗതോത്സവം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്ത പേജ് 10 വായിക്കാവുന്നതാണ്. കരമടച്ചത് മദ്യക്കമ്പനി, പ്ലാച്ചിമട സമരവും ഒയാസിസും, CPM ഇരട്ടത്താപ്പ് പുറത്ത് എന്ന ഒരു വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. പ്ലാച്ചിമടയിൽ ശീതളപാനീയ നിർമ്മാണ കമ്പനിയായ കൊക്കക്കോളയ്ക്കെതിരെ സമരം ചെയ്തവരാണ് ഇപ്പോൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുള്ള പ്രദേശത്ത് മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയത് എന്ന തരത്തിലാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ വാർത്ത ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ 10 വർഷം, ആശുപത്രി പ്രസവം കൂടി, ലിംഗാനുപാതവും വർദ്ധിച്ചു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് നോക്കുമ്പോൾ മാധ്യമത്തിന്റെ ഇടത് ഭാഗത്തായി ഒരു ദേശീയ വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ദേശീയ ആരോഗ്യ ദൗത്യം നീട്ടി എന്നതാണ് വാർത്ത.
മണിപ്പൂർ സർക്കാരിന് പിന്തുണ പിൻവലിച്ചു, JDU അധ്യക്ഷൻ പുറത്ത് എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ഇനി ഏറ്റവും ഒടുവിലായി സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. OBC പട്ടിക പുതുക്കി എന്നതാണ് വാർത്ത. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് 111 വർഷം ഓർമ്മകളിലേക്ക് എന്ന തലക്കെട്ടോടെ 111 വർഷം പഴക്കമുള്ള പഴയ പാമ്പൻ റെയിൽവേ തൂക്കുപാലം ചരിത്രത്തിലേക്ക് എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. പുതിയ പാലം തുറക്കാൻ തയ്യാറെടുപ്പ് നടക്കുന്നതിനിടെയാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാമ്പൻ പാലം കടലിൽ നിന്ന് നീക്കം ചെയ്യാൻ റെയിൽവേ തീരുമാനിച്ചത്. ഇത്തരത്തിലാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഇനി തൊട്ടരികിലായി നൽകിയിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ദാരുണം, ട്രെയിൻ ഇടിച്ചു 12 മരണം എന്ന വാർത്തയാണ്. മറ്റു പത്രങ്ങളിലും ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടിരുന്നു. ട്രെയിൻ ബ്രേക്ക് ഇട്ടപ്പോൾ തീപ്പൊരി കണ്ട് ചാടി ഇറങ്ങിയ 12 പേരെ മറ്റൊരു ട്രെയിൻ ഇടിക്കുകയായിരുന്നു എന്ന വിവരവും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. സംഭവം മഹാരാഷ്ട്രയിലെ ജൽഗാവിലായിരുന്നു. ഇനി മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് സ്വർണ്ണവിലയെ സംബന്ധിക്കുന്ന വാർത്തയാണ്. ഉയരെ എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. 60,000 കടന്ന് സ്വർണം എന്നും നൽകിയിട്ടുണ്ട്. വഖഫ് ബില്ലിൽ വീണ്ടും തിരക്കിട്ട നീക്കം എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: ഭേദഗതികളും അഭിപ്രായങ്ങളും 48 മണിക്കൂറിനകം എഴുതി സമർപ്പിക്കാൻ JPC അംഗങ്ങൾക്ക് നിർദ്ദേശം എന്ന ഹൈലൈറ്റ് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ഹൈലൈറ്റ് ദുരൂഹ നീക്കത്തിൽ പ്രതിപക്ഷത്തിന് സംശയം എന്നതാണ്. അതുപോലെ എന്തിനിത്ര തിടുക്കം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഒരു ചെറിയ കോളം വാർത്ത, ഒരു സബ് സ്റ്റോറി കൂടി ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു വാർത്ത: ചൈനയ്ക്കെതിരെ ട്രംപിന്റെ തീരുവ ഭീഷണി എന്ന തലക്കെട്ടോടെ മയക്കുമരുന്നായ ഫെന്റാനിലിന്റെ കടത്തു തടയാൻ ലക്ഷ്യമിട്ട് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഫെബ്രുവരി 1 മുതൽ 10% തീരുവ ചുമത്തുന്നത് പരിഗണനയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ റഷ്യക്കെതിരെ ഉപരോധം എന്നൊരു ഹൈലൈറ്റും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി മാധ്യമ പത്രത്തിന്റെ ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത് ഒരു ചിത്രമാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പാക്കി, പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് സംഘടനകൾ നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി ജോയിന്റ് കൗൺസിലും സെറ്റോയും നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ വിശദമായ വാർത്ത പേജ് 14 വായിക്കാവുന്നതാണ്. അടുത്ത പത്രം ദീപികയാണ്. ദീപികയിലെ ആദ്യത്തെ വാർത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത UGC കരട് നിർദ്ദേശങ്ങൾ NDAയിൽ ഭിന്നത എന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും കാണാൻ സാധിക്കും. വൈദ്യുതി മന്ത്രിയെ തിരുത്തി മുഖ്യമന്ത്രി എന്നതാണ് ആ വാർത്ത. കാർബുറാൻഡം കമ്പനിക്ക് അനുമതി നൽകുമെന്ന് പിണറായി എന്ന ഒരു ഹൈലൈറ്റും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ പണിമുടക്കിൽ പല സർക്കാർ ഓഫീസുകളുടെയും താളം തെറ്റി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ നിയമസഭയിലെത്തിയത് വർഗീയതയെ തോൽപ്പിച്ച് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കന്നി പ്രസംഗത്തിൽ കടന്നാക്രമിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലായി ജാമ്യ ഹർജി പരിഗണിച്ചില്ല, മജിസ്ട്രേറ്റിനോട് വിശദീകരണം തേടി എന്ന വാർത്തയും ദീപിക നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം കേരള കൗമുദിയാണ്. കൗമുദിയിലേക്ക് നോക്കുമ്പോൾ അനധികൃത US കുടിയേറ്റം ഇന്ത്യക്കാർക്ക് മടങ്ങാൻ സാവകാശം കിട്ടിയേക്കും എന്ന വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടെ കൗമുദി നൽകിയിരിക്കുന്നത്. കണ്ടെത്തുന്നത് വെല്ലുവിളി, മലയാളികൾ കുറവ് എന്ന തലക്കെട്ടോടെ ഒരു സബ് സ്റ്റോറിയും ഈ വാർത്തയ്ക്കുള്ളിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ചിത്രവും ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ കാണാൻ സാധിക്കും. ചരിത്രപ്പൊന്ന് പവന് വില 60,200 രൂപ എന്ന വാർത്ത കൗമുദിയിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരിക്കുന്നതായി കാണാം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നോക്കുകുത്തി, ജോലി കാത്ത് 30 ലക്ഷം പേർ എന്ന തലക്കെട്ടോടുകൂടി കൗമുദി ഒരു സ്പെഷ്യൽ സ്റ്റോറി നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സിവിൽ സർവീസ് പ്രിലിംസ് മെയ് 25 എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ ജീവനക്കാർ പണിമുടക്കി, സർക്കാർ ഓഫീസ് പ്രവർത്തനം താളം തെറ്റി എന്ന വാർത്ത കേരള കൗമുദിയിലും കാണാൻ സാധിക്കും. ഇനി ഏറ്റവും അവസാനത്തെ പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന വാർത്ത ചൈനയ്ക്ക് 10% നികുതി എന്ന് ട്രംപ്, നികുതി യുദ്ധം ആസന്നം എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയാണ്. അതുപോലെ 60,000 കടന്ന് പവൻ എന്ന തലക്കെട്ടോടെ സ്വർണ്ണവില 60,000-ൽ എത്തിയതിനെ കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രാധാന്യത്തോടെ ദേശാഭിമാനി നൽകിയിരിക്കുന്ന വാർത്ത NM വിജയന്റെയും മകന്റെയും മരണം, DCC പ്രസിഡന്റ് അറസ്റ്റിൽ എന്ന വാർത്തയാണ്. അതിന് തൊട്ടരികിലായി അപായ ചെങ്ങല വലിച്ചു ചാടിയ 12 യാത്രക്കാർ മറ്റൊരു ട്രെയിൻ തട്ടി മരിച്ചു എന്ന വാർത്ത ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ കഞ്ചിക്കോട് ബ്രൂവറിയെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. കഞ്ചിക്കോട് ബ്രൂവറി BJP സമരം നാടിനെതിരെന്ന് ദേശീയ സമിതി അംഗം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിൽ സതീഷിന്റെ ഭീഷണിയിൽ കുടുങ്ങി ഹൈക്കമാൻഡ് എന്ന തലക്കെട്ടോടെ K സുധാകരനെ വെച്ച് കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും അടിയന്തര തീരുമാനം ഉണ്ടാകണമെന്നുമുള്ള VD സതീഷിന്റെ ഭീഷണിയിൽ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് ശ്രമം എന്ന തരത്തിലാണ് വാർത്ത പുരോഗമിക്കുന്നത്. സുധാകരനെ മാറ്റാൻ നീക്കം എന്ന ഒരു ഹൈലൈറ്റും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ 249 കായിക താരങ്ങൾക്ക് കൂടി നിയമനം എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടരികിലായി
90% പേർ ജോലിക്കെത്തി പണിമുടക്ക് തള്ളി ജീവനക്കാർ എന്ന തലക്കെട്ടോടെ കോൺഗ്രസ് CPI അധ്യാപക സർവീസ് സംഘടനാ സമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് ജീവനക്കാർ തള്ളി എന്നതാണ് വാർത്ത. ഇനി ഏറ്റവും ഒടുവിലായി ദേശാഭിമാനി നൽകിയിരിക്കുന്ന വാർത്ത പറഞ്ഞതിനപ്പുറം നൽകും എന്ന തലക്കെട്ടോടെ ജീവനക്കാർക്ക് വാഗ്ദാനം ചെയ്തവ മാത്രമല്ല അതിനപ്പുറമുള്ള കാര്യങ്ങൾ നടപ്പാക്കുമെന്നതാണ് സർക്കാർ നിലപാടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞതിനെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും തലക്കെട്ടുകളും. അടുത്ത ദിവസം വീണ്ടും പ്രധാന വാർത്തകളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.